1800കളുടെ തുടക്കം ഇന്നത്തെ പത്തനംതിട്ട ഉൾപ്പെടുന്ന തിരുവിതാംകൂറിന്റെ കാടുകൾ മാപ്പുകളിൽ പോലും പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളായിരുന്നു. ആ കാടുകളെക്കുറിച്ച് ബ്രിട്ടീഷ് രേഖകളിൽ പോലും വിചിത്രമായ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. കാടിനകത്ത് ജീവിക്കുന്ന ഒരു വിചിത്രനായ മനുഷ്യൻ. പക്ഷെ അയാൾ സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ല. വഴിതെറ്റി കാട്ടിലകപ്പെട്ട പലരും അതുപോലൊരാളെ കണ്ടിട്ടുള്ളതായി പറയപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ അയാളെ വിളിച്ചിരുന്ന പേര് കുട്ടൂസൻ എന്നായിരുന്നു. കാടിന്റെ നടുവിൽ ഒരു വൻമരത്തിനുള്ളിൽ ജീവിച്ചിരുന്ന അറിയപ്പെടാത്ത അറിവുകളുടെ കാവൽക്കാരൻ. ചിലർ പറയുന്നത് അയാൾക്ക് കാടിനെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ടെന്നാണ്. അയാൾ മനുഷ്യന്റെ ആത്മാവിനെ പോലും സ്പർശിക്കുന്ന ഒരാളാണ്. അയാളെ തേടിയാണ് ഒരു വിദേശ സംഘം തിരുവിതാംകൂറിന്റെ കാടുകളിലേക്ക് കടന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരിൽ ഒരു സ്ത്രീ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. അവൾ പറഞ്ഞ കഥ അന്നത്തെ ആളുകളെ പോലും ഭയപ്പെടുത്തി. കാടിന്റെ നടുവിൽ ഒരു വൻമരത്തിനുള്ളിലായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. അവിടെ വിചിത്ര ഗ്രന്ഥങ്ങളും അറിയപ്പെടാത്ത ചിഹ്നങ്ങളും മനുഷ്യർ കണ്ടിട്ടില്ലാത്ത വസ്തുക്കളും ഉണ്ടായിരുന്നു. പക്ഷേ അവളെ ഏറ്റവും ഭയപ്പെടുത്തിയത് അയാളുടെ ശക്തിയായിരുന്നു. തന്നെ സംരക്ഷിച്ച കുട്ടൂസന്റെ അത്ഭുത സിദ്ധികൾ കൈവശപ്പെടുത്താൻ അവൾ നടത്തിയ ഒരു ശ്രമം പിടിക്കപ്പെട്ടു. തന്റെ നേരെ തോക്കു ചൂണ്ടിയ അവളെ അവളുടെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തി ആ ആത്മാവിനെ കൊണ്ട് ശരീരം കാണിച്ചു. സ്വന്തം കണ്ണുകൾ കൊണ്ട് അവൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒടുവിൽ പിറ്റേന്ന് കാലത്ത് അരുവിയുടെ കരയിൽ നിന്നും നാട്ടുകാർ ചേർന്ന് അവളെ രക്ഷപ്പെടുത്തി. ആ സംഭവത്തിന് ശേഷം അവൾ തിരുവിതാംകൂർ വിട്ടുപോയി. പിന്നീട് അവൾ വരച്ച ചിത്രങ്ങളും എഴുതി വെച്ച കുറിപ്പുകളുമാണ് ഇന്ന് ബാക്കിയുള്ള ഏക തെളിവുകൾ. പക്ഷെ അവൾ അവസാനം പറഞ്ഞ ഒരു വാചകം മാത്രം ഇന്നും മിസ്റ്ററിയാണ്. അയാൾ ഒരു മനുഷ്യനായിരുന്നില്ല.